ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ച് വിടാം എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല, അദ്ദേഹം വേറെ ആരെക്കൊണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ. കാരണം നമ്മളൊരു ആരോപണം, യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ. ജലീലിന് അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. കാരണം പറയുന്ന ആൾക്കും വിശ്വാസമല്ല, കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, അതിൻ്റെ അഴിമതിയിലേക്ക് കൃത്യമായി അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അതെ 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 പറ്റില്ലല്ലോ, നിങ്ങൾ സമ്മതിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നതിൻ്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. കോടികളുടെ അഴിമതിയാണ്. ജലീലിനെ പറഞ്ഞില്ലേ? അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? ജലീൽ പറഞ്ഞതൊക്കെ ശരിയാ. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. അദ്ദേഹം പറയാത്ത അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. പിന്നെന്താണെന്നറിയോ, ഈ കൈരളിയുടെയൊക്കെ ഈ ചോദ്യം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എൻ്റെ സ്ഥാപനങ്ങളാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, ഞാൻ പാർട്ട്ണർമാരായിട്ടുള്ള, ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് രാഷ്ട്രീയമായി ഒരാളുടെ ഒരു സ്ഥാപനമാണെന്ന് ബ്രാൻഡ് ചെയ്താൽ ഒരു കച്ചവട സ്ഥാപനത്തിന് നല്ലതാണോ അത്? നിങ്ങൾ പറയും. നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തല്ലേ ബ്ലൂഫിൻ ട്രാവൽസ്, ആ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പറയുന്നില്ല, ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ടടക്കം അതിനകത്ത് ആശംസകൾ പറയിപ്പിച്ചിട്ടുണ്ട്. അത് ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് വലിച്ചേക്കുന്നത് ശരിയല്ല. കാരണം ഇത് ബിസിനസ്സല്ലേ. ഇതിനകത്ത് ഇവിടുത്തെ കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? ഞാനിപ്പോൾ ഫിറോസിൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അതൊരു രാഷ്ട്രീയമായി ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ. ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സുകളല്ല. അതിനകത്ത് കൃത്യമായ സോഴ്സുകളുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു സംശയം ഒരാൾക്ക് ഉന്നയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എല്ലാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടക്കം അദ്ദേഹം പരിശോധിച്ചോട്ടെ. കേരളം ഭരിക്കുന്നത് ഞാനല്ലല്ലോ, UDF അല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്തയച്ചു ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ. ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതികൾ കൊടുത്താൽ പോരെ. എന്താണ് ദുബായ്? എനിക്ക് ദുബായിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പാർട്ടിയിലല്ലേ പറയേണ്ടത്. അപ്പം എൻ്റെ പാർട്ടിയിൽ ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? എന്തായാലും അത് എന്താ ധാർമ്മികത? ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ, എൻ്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. അല്ല, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോൾ നിങ്ങളെത്ര, അതൊക്കെ ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക ME എത്ര വരുമാനമുണ്ട്, അത് ഞാൻ ഇൻകം ടാക്സിലല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് മാന്യമായി, ഞാൻ പറയട്ടെ, എനിക്ക് മാന്യമായ വരുമാനമുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ
ധോത്തി ചലഞ്ച് നടത്തിയതിനെ പറ്റിയൊക്കെ പറയും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം ജലീൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷൻ്റെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അന്നും സഹഭാരവാഹി, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, സഹഭാരവാഹികളാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു കെട്ടിടം എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 2 കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല, CPM-നകത്ത് പോയപ്പോൾ ഫണ്ട് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് പിരിക്കലും മാത്രമല്ല, സമരത്തിൽ പങ്കെടുക്കുക, എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക, അതൊന്നുമില്ല. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെതിരെ 4 തെറി പറയുക, പോയി മത്സരിക്കുക, തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ CPM-കാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ആക്ഷേപം. അപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ME-ലെ വരുമാനം ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇപ്പോൾ വരുമാനം ഫുൾ ടൈം ജീവനക്കാരനല്ല, അല്ല.